എല്ലാവർക്കും കുക്കുത്രിനിയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഒരേ ചേരുവകൾ ഉപയോഗിച്ചിട്ട് തന്നെ 2 രീതിയിൽ മാംഗോ പുഡിങ് തയ്യാറാക്കുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നതെന്ന് പറയുമ്പോഴേ നമുക്ക് ഓടിപ്പോയി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഗറോ ജലാറ്റിനോ കോൺഫ്ലവറോ ഒന്നും ഉപയോഗിക്കുന്നില്ല. പകരം കസ്റ്റർഡ് പൗഡറാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പുഡിംഗ് എന്ന് പറയുന്നത് മാംഗോ കസ്റ്റേർഡ് ആണ്. വളരെ ഈസിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇത് 1/2 കപ്പ് പാലാണ്. നല്ല കൊഴുപ്പുള്ള പാല് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമ്മളിനി 2.5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാൻ പോവാണ്. കസ്റ്റർഡ് പൗഡർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം അല്ലേ? എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ അവൈലബിൾ ആണ് കസ്റ്റർഡ് പൗഡർ. ഞാനിപ്പോൾ ഇവിടെ വാനില ഫ്ലേവേർഡ് കസ്റ്റർഡ് പൗഡർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കസ്റ്റർഡ് പൗഡറൊക്കെ പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി പാലെടുത്തിട്ട് വേണം അതിലേക്ക് കസ്റ്റർഡ് പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരുപാട് പാലിലേക്ക് കസ്റ്റർഡ് പൗഡറൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് കട്ട കിട്ടും. ഇതിനി ഈ പാലിലേക്ക് ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ആ കസ്റ്റർഡ് പൗഡർ ആ പാലിലേക്ക് ഒട്ടും തന്നെ കട്ടയില്ലാതെ യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് വേണ്ടുന്നത് മാമ്പഴമാണ്. ഞാനിവിടെ 2 ചെറിയ മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അൽഫോൻസോ മാംഗോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് മാമ്പഴം വേണമെങ്കിലും എടുക്കാം, പക്ഷെ അധികം നാരില്ലാത്ത മാമ്പഴം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ മാമ്പഴത്തിൻ്റെ മധുരം ഒന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മധുരമുള്ള മാമ്പഴം ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഒട്ടും തന്നെ കട്ടയില്ലാതെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നമുക്കിനി ഈ അരച്ചെടുത്തത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടുന്നത് 1 കപ്പ് പാലാണ്. നമ്മൾ ഇതിനു മുമ്പ് 1/2 കപ്പ് പാലിലേക്ക് കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൂടാതെയാണ് ഈ 1 കപ്പ് പാല്. അതായത് മുഴുവൻ നമ്മൾ ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ പാല് നമ്മളൊരു സോസ് പാനിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. അതായത് 1.5 കപ്പ് പാലിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാരയുടെ അളവൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ വരുത്താം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് പാലുണ്ടല്ലോ, അതാണ്. ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കണം. കാരണം ആ കസ്റ്റർഡ് പൗഡറൊക്കെ കുറച്ചൊക്കെ അടിയിൽ വന്നൊന്ന് അടിയും. അപ്പോൾ അതും കൂടെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ പൾപ്പാക്കി വെച്ചിരിക്കുന്ന മാമ്പഴമാണ്. ആ മാമ്പഴം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പോളം ഉണ്ട് കേട്ടോ ഈ മാമ്പഴം നമ്മൾ അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എസൻസ് ആണ്. ഞാനിവിടെ മാംഗോ എസൻസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആ മാംഗോ എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പുഡിങ്ങിന് നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ നല്ലൊരു കളറും കിട്ടും. അപ്പോൾ കഴിവതും മാംഗോ എസൻസ് തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് കയ്യിലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ മാംഗോ എസൻസും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മാംഗോ ഒക്കെ അതേപടി കിടപ്പുണ്ട്. അതെല്ലാം മാറി ആ പാലിലേക്ക് ആ മാമ്പഴമൊക്കെ നന്നായിട്ട് യോജിക്കുന്ന പോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുത്താലും മതി.
ഇനി നമുക്ക് ഈ പാലും മാമ്പഴവും എല്ലാം കൂടെ ഉള്ള മിക്സ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് തീ ഓണാക്കുക. തീ എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടും ഇരിക്കണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് അടിക്ക് പിടിക്കും. മാക്സിമം ഒരു 5 മിനിറ്റ് ഒക്കെ ഇളക്കിയാൽ മതിയാവും. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കുറുകി വരും. ഇപ്പം നമ്മുടെ മാമ്പഴത്തിന്റെ കൂട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഈ സമയമാകുമ്പോൾ തീ ഓഫ് ചെയ്യുവാണ്. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു തിക്കാവും. അതുപോലെ തന്നെ ഒരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും. നിങ്ങൾക്ക് അതിനേക്കാളും കുറച്ചുകൂടെ കട്ടിക്ക് വേണം പുഡിംഗ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡും കൂടെ കൂടുതൽ ഇതുപോലെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1-2 മിനിറ്റും കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ മേലെ ഒരു പാട പോലെ അങ്ങ് വരും. അപ്പം കൈവിടാതെ തന്നെ 1-2 മിനിറ്റ് ആ വലിയ ചൂടൊന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇപ്പോൾ നമ്മുടെ മാംഗോ കസ്റ്റർഡൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പുഡിംഗ് ബൗള്. അതിലേക്ക് നമുക്ക് ഈ കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇതുപോലുള്ള 3 ബൗളുകളിലേക്ക് ഞാൻ ആ മാംഗോ കസ്റ്റർഡ് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് 3ഉം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പോമോഗ്രാനൈറ്റും ഒരു ചെറിയും കൂടെ വെച്ച് ജസ്റ്റ് ഒന്ന് അലങ്കരിക്കുവാണ്. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ മാംഗോ കസ്റ്റർഡ് മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ കസ്റ്റർഡ് ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കുന്നത് പോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ചേർത്ത് ഇത് സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനി രണ്ടാമത്തെ പുഡിങ് അതൊരു ലെയേർഡ് മാംഗോ ബിസ്ക്കറ്റ് പുഡിംഗ് ആണ്. ഇതിനകത്ത് നമ്മൾ ഫ്രഷ് മാംഗോ പൾപ്പാണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഒരു ലെയർ എന്ന് പറയുന്നത് കസ്റ്റേർഡിൻ്റെ ലെയർ തന്നെയാണ്. അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യത്തെ മാംഗോ പുഡിങ്ങിൽ ചെയ്തതുപോലെ തന്നെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അതിനുശേഷം ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു സോസ് പാൻ എടുക്കുക. അതിലേക്ക് നമുക്ക് 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റർഡിൻ്റെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള മധുരമാണ്. അപ്പം ഞാനിവിടെ 1/4 കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ പഞ്ചസാരയുടെ അളവ് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ചേർക്കേണ്ടത് എസൻസ് ആണ്. അപ്പം 1/2 ടീസ്പൂൺ മാംഗോ എസൻസ് അല്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മാംഗോ ബേസ് ചെയ്തിട്ടുള്ളൊരു പുഡിംഗ് ആയതുകൊണ്ട് മാംഗോ എസൻസ് തന്നെയാണ് ചേർക്കുന്നത്. ഇനി മാംഗോ എസൻസ് കയ്യിലില്ലെങ്കിൽ വാനില എസൻസ് ചേർത്താലും മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിന് മുമ്പത്തെ പുഡിംഗ് ചെയ്തപ്പം അതിലേക്ക് മാംഗോ പൾപ്പും കൂടെ ചേർക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ മാംഗോ പൾപ്പ് ചേർക്കുന്നില്ല. അതാണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാൻ പോവാണ്. നമ്മൾ സാധാരണ ഫ്രൂട്ട് സാലഡിനൊക്കെ കസ്റ്റർഡ് തയ്യാറാക്കില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഈ കസ്റ്റർഡ് ഒന്ന് തയ്യാറാക്കിയെടുക്കാൻ പോവാണ്. പക്ഷേ ഫ്രൂട്ട് സാലഡിന് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയെടുക്കണം, അതായത് കുറച്ചുകൂടെ തിക്കാക്കിയെടുക്കണം. അപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇപ്പോൾ നമ്മുടെ കസ്റ്റർഡ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടുന്ന ഒരു കൺസിസ്റ്റൻസി. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഫ്രൂട്ട് സാലഡിനൊക്കെ തയ്യാറാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ തിക്കായിട്ടിരിക്കണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം
വീണ്ടും ഒരു 1-2 മിനിറ്റും കൂടെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. അതിനുശേഷം ഇത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വിടാം. കസ്റ്റേർഡ് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇതൊരു ലെയേർഡ് മാംഗോ ബിസ്ക്കറ്റ് പുഡിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 ആരോറൂട്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. 10 തന്നെ വേണമെന്നില്ല, ഒരു 6 എണ്ണമൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈൻ പൗഡറാക്കി ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ആ ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റാം. ഇനി ഈ ബിസ്ക്കറ്റിൻ്റെ മിക്സിലേക്ക് നമുക്ക് കുറച്ച് അൺസോൾട്ടഡ് ബട്ടർ ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഉണ്ട്. എന്നിട്ട് നന്നായിട്ടിത് യോജിപ്പിച്ചെടുക്കണം. ആ ബിസ്ക്കറ്റ് നന്നായിട്ട് ആ ബട്ടറിലേക്ക് മിക്സായി നല്ലൊരു നനവ് തോന്നുന്ന പരുവത്തിലാവണം. ഇപ്പം ആ ബട്ടറും ബിസ്ക്കറ്റും കൂടെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ബാക്കി മാമ്പഴം റെഡിയാക്കി എടുക്കണം. അപ്പം ഞാനിവിടെ 2 ചെറിയ അൽഫോൻസോ മാംഗോ ആണ് എടുത്തിരിക്കുന്നത്. 2-3 നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇതിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ അരഞ്ഞു കിട്ടാൻ പാടായിരിക്കും. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പം നല്ലപോലെ മധുരമുള്ള മാമ്പഴം ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണമെന്നുമില്ല. നന്നായിട്ട് കട്ടയില്ലാതെ ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതും ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ കസ്റ്റേർഡും ആവശ്യത്തിന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ 2 ഗ്ലാസ് ബൗളിലേക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയറായിട്ട് നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ രണ്ടാമത്തെ ഗ്ലാസ്സിലും ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ലെയർ എന്ന് പറയുന്നത് മാംഗോയുടെ പൾപ്പാണ്. അപ്പം ഞാനത് ഒഴിച്ചു കൊടുത്ത സമയത്ത് ക്യാമറ ഓഫായിരുന്നു കേട്ടോ, സോറി, അത് കാണിക്കാൻ പറ്റിയില്ല. ഇനി ചെറിയ ഒരു ലെയർ ഓഫ് മാംഗോ പൾപ്പേ ഉള്ളൂ. ഒരു 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ ഒക്കെ ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡാണ്. അപ്പം അതും 2 സ്പൂൺ കസ്റ്റേർഡ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്ത ലെയറായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത് മാംഗോ പൾപ്പ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ബിസ്ക്കറ്റിൻ്റെ ഒരു ലെയറും കൂടെ ആ കസ്റ്റേർഡിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ആ ബിസ്ക്കറ്റിൻ്റെ ലെയർ സ്കിപ്പ് ചെയ്തിട്ട് നേരെ മാംഗോ പൾപ്പാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റേർഡ് ലൂസായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാംഗോ പൾപ്പ് വെച്ച് കൊടുക്കുമ്പം അതിനകത്തേക്ക് ഈ പൾപ്പ് താന്നു പോകും. അപ്പം അങ്ങനെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ആ കസ്റ്റേർഡ് ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ മാംഗോ പൾപ്പ് വെച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. എൻ്റേതിപ്പം കസ്റ്റേർഡ് ഒരുവിധം സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മാംഗോ പൾപ്പ് താന്നു പോകാതെ തന്നെ വെച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കസ്റ്റേർഡിൻ്റെ അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുഡിങ്ങിൻ്റെ ലെയറിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മളിതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂറിന് ശേഷം നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ പുഡിങ്. കണ്ടോ, ലെയറൊക്കെ ആയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസും ഒരു ചെറിയൊക്കെ വെച്ച് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ പുഡിങ് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ദിവസമൊക്കെ സൂക്ഷിക്കാം. ഒരു ദിവസത്തിൽ കൂടുതൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് മാംഗോ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ മാംഗോയുടെ ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം വരും. അപ്പം ഗസ്റ്റൊക്കെ വരുന്നതെന്ന് പറയുമ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. അപ്പോൾ മറക്കാതെ നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ 2 പുഡിങ്ങും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പികൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.